അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് ദുൽഹിജ്ജ 21 ദുൽഹിജ്ജയിലെ ശ്രേഷ്ഠമായ ഒരു തിങ്കളാഴ്ച ദിവസം കൂടിയാണ്. ശ്രേഷ്ഠമായ ഒരു പകലാണ്, ശ്രേഷ്ഠമായ മാസമാണ്. ഈ ഹിജ്റ വർഷം നമ്മോട് അവസാനിക്കാൻ, നമ്മോട് വിട പറയാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂലാക്കട്ടെ. നാം ചെയ്തതായ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ നാഥാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഗുരുവര്യന്മാർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാ ഖൈറും നൽകണേ, എല്ലാ ഷർറിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലുക, അവസാനം വരെ പങ്കെടുക്കുക. അറിയാവുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ അതൊരു കാരണമാണ്. റബ്ബ് തആല നമുക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, അതുപോലെ മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 21 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ കബൂലാക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 21 മരണപ്പെട്ടവരുമായ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ, റാഹത്തും വിജയവും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹിഫ്ള് ലഭിക്കാൻ, അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയെ ഒരു തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ടും ഞങ്ങൾ ഓരോരുത്തരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൽ അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ധാരാളം ചൊല്ലേണ്ടതാണ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് 9 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. 3 തവണ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തവർക്ക് നൽകുന്ന പ്രതിഫലം അല്ലാഹു ഇത് കാരണം നമുക്ക് ഏവർക്കും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് 9 തവണ പാരായണം ചെയ്തവർക്ക് നൽകുന്ന എല്ലാ പ്രതിഫലങ്ങളും ഖൈറുകളും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. കറകളഞ്ഞ ഈമാൻ, കറകളഞ്ഞ തഖ്വ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മക്കളെയും ഇണയെയും സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ നല്ലവരാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അഫ്ളലു ദിക്ർ 40 തവണ ചൊല്ലാം. ദിക്റുകളുടെ രാജാവാണ്. അഫ്ളലു ദിക്ർ ധാരാളമായി എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. മരണസമയത്ത് നമുക്ക് ചൊല്ലാനുള്ള വാക്കാണ്. നമ്മുടെ നാവിൽ നിന്ന് അവസാനം വരുന്നതും ഈ അഫ്ളലു ദിക്റാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹ്. കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് 40 തവണ റബ്ബിനോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ മുറാദുകളൊക്കെ മനസ്സിൽ കരുത. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മുറാദുണ്ടെങ്കിൽ അല്ലാഹു അത് ഹാസിലാക്കി തരും. പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം
അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം. റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ, തെറ്റുകളിൽ നിന്ന് ഞങ്ങളുടെ അവയവങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ, വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ മാറ്റിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് തസ്ബീഹ് ചൊല്ലാം. 33 തവണ തസ്ബീഹ് ചൊല്ലാം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. പറയാൻ എളുപ്പമായ, മീസാൻ എന്ന തുലാസിൽ നല്ലോം ഭാരം തൂങ്ങുന്ന, റഹ്മാനായ റബ്ബിനേക്ക് വലിയ ഇഷ്ടമുള്ള 2 വചനങ്ങൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ വചനങ്ങളാണ്. ആ 2 വചനങ്ങൾ നമുക്ക് ചൊല്ലാം. അള്ളാഹു അത് കാരണം അള്ളാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. നമ്മുടെ മീസാനിൽ നന്മയുടെ ഭാഗത്ത് ഈ മഹത്തായ തസ്ബീഹ് കൊണ്ട് അള്ളാഹു കനമാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റബ്ബേ, ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ, ഷർറിന്റെ വാതിലുകൾ ഞങ്ങളെ തൊട്ട് നീ അടച്ച് കളയണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10 തവണ ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ചവർക്ക് നൽകുന്ന കൂലി ഈ ഒരു ദിക്ർ 10 തവണ ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്.
എത്ര മഹത്തമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയതായ പവർ എത്രയാണ്. ആ ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് 10 തവണ ചൊല്ലാം. റബ്ബേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. 10 തവണ ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് നീ നൽകുന്ന ഫള്, ശ്രേഷ്ഠത, മഹത്വം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നിസ്കാരം നിലനിർത്തുന്നവരിൽ, നിസ്കാരം ശരിയായ രൂപത്തിൽ നിലനിർത്തുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഇണയെയും ഞങ്ങളുടെ ശിഷ്യന്മാർ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാം. റബ്ബ് അവിടുത്തെ മേലുള്ള സ്വലാത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ്സിന് ഖബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി കുല്ലിഹിം വസല്ലിം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
والآل كلهم وسلم صلى الله على محمد 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 والآل كلهم وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. ശ്രേഷ്ഠമായ ദിവസത്തെ, ശ്രേഷ്ഠമായ മാസത്തെ, ശ്രേഷ്ഠമായ ദിക്റുകളും സ്വലാത്തും സൂറത്തുകളൊക്കെയാണ് നമ്മൾ ഓതിയിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد صلى الله عليه وسلم. റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമൊക്കെ നീ സ്വീകരിക്കണേ, പോരായ്മകളൊക്കെ മാപ്പ് നൽകണേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ. എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും അർവാഹിലേക്ക് എത്തിക്കണേ. ശുഹദാക്കളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. പ്രത്യേകിച്ച് ഈ മാസത്തിൽ വഫാത്തായി പോയ എല്ലാ മഹാന്മാരുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മശായിഖമാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ ഖുർബിയായ ദറജ ഉയർത്തണേ റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കിനി ഇജാബത്ത് നൽകണേ, ഞങ്ങൾക്കിനി പുറത്തു തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഒരുവര്യമാരെ വേണ്ടപ്പെട്ടവർക്ക് മാപ്പ് നൽകണേ അല്ലാ. ഹൃദയം ശുദ്ധിയാക്കി തരണേ, ഈമാൻ പൂർണ്ണമാക്കി തരണേ, തഖ്വ നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റി തരണേ അല്ലാ. ടെൻഷനുകൾ മാറ്റി തരണേ അല്ലാ. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. വേദനകൾ ശിഫയാക്കണേ അല്ലാ. ആഫിയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ അല്ലാ. സിഹത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നിലനിർത്തി തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ. മക്കൾ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബേ നീ ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ ഒരു ന്യൂനതകളുമില്ലാത്ത മക്കളെ നൽകണേ അല്ലാ. പടച്ചോനെ, വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാത്ത സഹോദരിമാര്, സഹോദരങ്ങൾക്ക് അനുയോജ്യമായ ബന്ധം എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, ഖൈറായ ഖലാഇ ഞങ്ങൾക്ക് നൽകണേ. ശർറായ ഖലാഇനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. വരും വർഷങ്ങളിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തിനും ഞങ്ങൾക്ക് ഏവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെട്ടവരെ ഞങ്ങളെ ചേർക്കണേ അല്ലാ. മല പോലെ വരുന്ന ആഫത്തുകളെയും മഞ്ഞ് പോലെയായി ദൂരീകരിക്കണേ റഹ്മാനെ. മാരക രോഗങ്ങൾക്കൊന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാക്കണേ റബ്ബേ. മക്കളെയൊക്കെ നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ ശിഷ്യന്മാരെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയതിന്റെ ഓതിയതിന്റെ സവാബിന്റെ മിസില് ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് അതിൽ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്. അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നൽകണേ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളോട് വേണ്ടപ്പെട്ടവർക്ക് നീ സമാധാനം നൽകണേ. ജോലിയിൽ ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ.
യുദ്ധക്കെടുതിയിൽ നിന്ന് അവരെയും ഞങ്ങളെയും ലോകത്തെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ ബറക്കത്തും അമ്നും സമാധാനവും നൽകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.